ശാലോം ടെലിവിഷൻ, ശാലോം പ്രേക്ഷകർക്കായി ഇന്നു മുതൽ പുതിയ ഒരു കുടുംബ പ്രക്ഷേപണം ആരംഭിക്കുകയാണ്. കുടുംബ കാഴ്ചകൾ. ഞാനും നിങ്ങളും നമുക്ക് ചുറ്റുമുള്ള ഒട്ടേറെ കുടുംബങ്ങളെ നിരീക്ഷിക്കാറുണ്ട്. അത്തരത്തിലുള്ള ഏതാനും കുടുംബങ്ങളുടെ നേർക്കാഴ്ചകളും അവയുടെ വിശകലനവുമാണ് കുടുംബക്കാഴ്ചകൾ. കുടുംബങ്ങളെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങുമ്പോൾ തീർച്ചയായും കുടുംബങ്ങൾക്ക് അടിസ്ഥാനമായ ഭാര്യാഭർത്തൃ ബന്ധത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ഭാര്യാഭർത്തൃ ബന്ധത്തെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങുമ്പോൾ പ്രേക്ഷകരിൽ വിവാഹിതരായ സ്ത്രീ പുരുഷന്മാരോട് ഒരു ചോദ്യം ചോദിക്കാം. എന്തിനാണ് നിങ്ങൾ വിവാഹിതരായത്? എന്തിനാണ് നിങ്ങൾ വിവാഹിതരായത് എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ആ ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നോട് തീർച്ചയായും ഒരു മറുചോദ്യം ചോദിക്കും. ആ ചോദ്യം തീർച്ചയായും എങ്ങനെയായിരിക്കും? അച്ഛൻ എന്തിനാ അച്ചു അച്ഛനായത്? ഞാൻ എന്തിനാണ് അച്ഛനായത് എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം വ്യക്തമാണ്. ഞാൻ അച്ഛനായത്, അല്ലെങ്കിൽ ദൈവം എന്നെ അവിടുത്തെ ഒരു പുരോഹിതനാക്കിയത്, തൻ്റെ ജനത്തെ ഞാൻ വഴി വിശുദ്ധീകരിക്കാനും അതുവഴി ഞാൻ തന്നെയും വിശുദ്ധീകരിക്കപ്പെടുവാനുമാണ്. ഞാൻ പുരോഹിതനായി അഭിഷിക്തനായത് ദേവാലയത്തിൽ വെച്ചാണെങ്കിൽ ഭാര്യാഭർത്താക്കന്മാരായ നിങ്ങളും പരസ്പരം ചേർക്കപ്പെട്ടതും വിവാഹിതരായതും ദേവാലയത്തിൽ വെച്ചാണ്. അപ്പോൾ ദൈവം പുരോഹിതനായ എനിക്ക് നൽകിയ അതേ ദൗത്യം തന്നെയാണ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ദൈവത്തിൻ്റെ ദൗത്യം ഒന്നേ ഉള്ളൂ, അത് രക്ഷാകരമായ ദൗത്യമാണ്. മനുഷ്യനെ വിശുദ്ധീകരിക്കുക അഥവാ മനുഷ്യനെ രക്ഷിക്കുക എന്നതാണ് അവിടുത്തെ ദൗത്യം. അപ്പോൾ ഭാര്യാഭർത്താക്കന്മാരായ നിങ്ങളെ ദൈവം കൂട്ടിച്ചേർത്തെങ്കിൽ അതിൻ്റെ പിന്നിലെ ലക്ഷ്യവും രക്ഷാകരമാണ്. ഭാര്യാഭർത്താക്കന്മാരായ നിങ്ങൾ വിവാഹത്തിലേക്ക് കടന്നു വന്നത് എന്തിനാണ് എന്ന ചോദ്യത്തിന് ഉത്തരം വ്യക്തമാണ്. ഭാര്യ വഴി ഭർത്താവും ഭർത്താവ് വഴി ഭാര്യയും വിശുദ്ധീകരിക്കപ്പെടണം. ഭാര്യാഭർത്താക്കന്മാർ വഴി മക്കൾ വിശുദ്ധീകരിക്കപ്പെടണം. കുടുംബത്തിലെ കുടുംബാംഗങ്ങളെ വിശുദ്ധീകരിക്കുന്നതിനായി പ്രാർത്ഥനാപൂർവം ഒന്നിച്ച് നിലകൊള്ളണം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളുടെ വെളിച്ചത്തിൽ വിവാഹ ജീവിതം നയിക്കുന്ന നിങ്ങളോട് വീണ്ടും ഒന്ന് ചോദിച്ചോട്ടെ. വർഷങ്ങളേറെ ആയല്ലോ ഈ വിവാഹ ജീവിതത്തിലൂടെ മുമ്പോട്ട് പോകാൻ തുടങ്ങിയിട്ട്. നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ രക്ഷയെ സംബന്ധിച്ച്, ആ വ്യക്തിയുടെ വിശുദ്ധിയെ സംബന്ധിച്ച് നിങ്ങൾക്ക് എത്ര കണ്ട് ഉറപ്പുണ്ട്? കാര്യം വ്യക്തമാക്കാം ഒരു ചോദ്യത്തിലൂടെ. ഇപ്പോൾ നിങ്ങളുടെ ജീവിത പങ്കാളി മരണമടയുന്നു എന്ന് വിചാരിക്കുക. ഈ ഒരു അവസ്ഥയിൽ മരണമടഞ്ഞാൽ നിങ്ങളുടെ ജീവിത പങ്കാളി രക്ഷ പ്രാപിക്കുമോ? ഈ ഒരു ചോദ്യം പണ്ട് ഒരു ക്ലാസ്സിനിടയ്ക്ക് ഞാനൊരു കുടുംബനാഥനോട് ചോദിച്ചപ്പോൾ കുടുംബനാഥൻ ഉത്തരം പറഞ്ഞത് ഇതാണ്: അച്ചോ, എൻ്റെ കാര്യത്തിൽ തന്നെ എനിക്ക് ഉറപ്പില്ല, പിന്നെ എൻ്റെ ജീവിത പങ്കാളിയുടെ കാര്യം. വീണ്ടും ഞാൻ ആ ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണ്. നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ ഉത്തരവാദിത്വം ദൈവം ആദ്യമായും നിങ്ങളുടെ കയ്യിലാണല്ലോ ഏൽപ്പിച്ചത്. ആ ജീവിത പങ്കാളിയുടെ നിത്യരക്ഷയെ സംബന്ധിച്ച്, ആ ജീവിത പങ്കാളിയുടെ
വിശുദ്ധീകരണത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തുറപ്പുണ്ട്? നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ ഭൗതികമായ കാര്യങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഉറപ്പുണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെ ഷുഗർ ഇന്ന് എത്രയാണെന്ന് നിങ്ങൾക്കറിയാമല്ലേ? അദ്ദേഹത്തിൻ്റെ കൊളസ്ട്രോൾ എവിടെ നിൽക്കുന്നു എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അദ്ദേഹം ഇന്ന് ഓഫീസിൽ നിന്ന് എപ്പോൾ വരും എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ജീവിത പങ്കാളിയുടെ ഭൗതിക കാര്യങ്ങളെ സംബന്ധിച്ച് പലതും അറിയാവുന്ന, പലതിനെയും സംബന്ധിച്ച് ഉറപ്പുള്ള നിങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ രക്ഷയെ സംബന്ധിച്ച്, വിശുദ്ധീകരണത്തെ സംബന്ധിച്ച് ഉറപ്പില്ല? എന്നെ കേൾക്കുന്ന വിവാഹിതരായ ആളുകളോട് കൃത്യമായി ഞാൻ പറയുകയാണ്, ഒരു ഭർത്താവിൻ്റെ, ഒരു ഭാര്യയുടെ ആധ്യാത്മികമായ കാര്യങ്ങളെ സംബന്ധിച്ച്, നിത്യരക്ഷയെ സംബന്ധിച്ച് ഒന്നാമതായി അന്വേഷിക്കേണ്ടതും ആ കാര്യങ്ങളിൽ ക്രമീകരണങ്ങൾ ചെയ്യേണ്ടതും ഭർത്താവാണ്, ഭാര്യയാണ്. ഇത്തരത്തിൽ ഭാര്യാഭർത്താക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അന്യോന്യം വിശുദ്ധീകരിക്കാനുള്ള കാര്യത്തിൽ ഇടപെടണമെന്നുണ്ടെങ്കിൽ, അന്യോന്യം വിശുദ്ധീകരിക്കാനുള്ള കാര്യത്തിൽ ത്യാഗപൂർവം സമർപ്പണം ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് അന്യോന്യം ഉൾക്കൊള്ളാൻ കഴിയും. ഭാര്യാഭർത്തൃ ബന്ധത്തെ സംബന്ധിച്ച് സംതൃപ്തി ഉണ്ടാകും. ആദ്യം ഞാൻ എൻ്റെ പൗരോഹിത്യ ജീവിതത്തെക്കുറിച്ചാണല്ലോ പറഞ്ഞു തുടങ്ങിയത്. അവിടേക്ക് തിരിച്ചു വരാം ഈ ഒരു കാര്യം വ്യക്തമാക്കാൻ വേണ്ടി. എനിക്ക് ദൈവം തന്ന ജനത്തെ വ്യക്തിപരമായി ഉൾക്കൊള്ളാൻ എനിക്ക് കഴിയുന്നില്ലെങ്കിൽ ആ ജനത്തിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി ത്യാഗമനുഷ്ഠിക്കാൻ, സഹനങ്ങൾ ഏറ്റുവാങ്ങാൻ, എന്നെ തന്നെ സമർപ്പിക്കാൻ എനിക്കാവുമോ? പറ്റുകയില്ല. ഇതുപോലെ തന്നെയാണ് ഭാര്യാഭർത്താക്കന്മാർ പരസ്പരം വിശുദ്ധീകരിക്കാൻ വേണ്ടി തങ്ങളെ തന്നെ സമർപ്പിക്കാൻ സന്നദ്ധരാകാൻ ഇടയാകണമെന്നുണ്ടെങ്കിൽ അവർക്ക് അന്യോന്യം ഉൾക്കൊള്ളാൻ, തങ്ങളുടെ ബന്ധത്തെ സംബന്ധിച്ച് സംതൃപ്തി പുലർത്താൻ സാധിക്കണം. അങ്ങനെയെങ്കിൽ എന്നെ ശ്രദ്ധിക്കുന്ന, വിവാഹജീവിതം തുടർന്നു പോകുന്ന ആളുകളോട് വീണ്ടും ഞാൻ ചോദിക്കുന്നു, ഇപ്പം നിങ്ങളുടെ കൂടെയുള്ള ജീവിത പങ്കാളിയെ സംബന്ധിച്ച് നിങ്ങൾ സംതൃപ്തരാണ്? നമുക്കറിയാം, നമ്മുടെ വിശ്വാസമനുസരിച്ച് ഇഹലോകത്തിൽ മനുഷ്യ രൂപത്തിൽ നമുക്ക് ജീവിതം ഒന്നേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ കരുതുക, ഇഹലോകത്തിലെ നമ്മുടെ ഈ ജീവിതത്തിന് ശേഷം ദൈവം നമുക്ക് ഒരു ജന്മം കൂടെ തരാൻ പോകണം. നിങ്ങൾ ഭാര്യാഭർത്താക്കന്മാർക്ക് ദൈവം ഒരു ജന്മം കൂടെ തരാൻ പോകണം. അങ്ങനെ ഒരു ജന്മം കൂടെ ഇഹലോകത്തിൽ സ്ത്രീയായി പുരുഷനായി ജീവിക്കാൻ ദൈവം നിങ്ങൾക്ക് അവസരം നൽകിയാൽ അന്നും ഇപ്പം കൂടെയുള്ള ആൾ തന്നെ ജീവിത പങ്കാളിയായി മതിയോ? ഞാൻ ഈ ഒരു ചോദ്യം ഒരു സെമിനാറിൽ പോയപ്പോൾ ചോദിച്ചു. ഏറ്റവും മുമ്പിലിരുന്ന ഒരു കുടുംബനാഥൻ പറഞ്ഞു, അച്ചോ, അടുത്ത ജന്മത്തിലും ഇവൾ തന്നെ എനിക്ക് ജീവിത പങ്കാളിയായി മതി. ഞാൻ ചോദിച്ചു, കാരണം എന്നാ? ഇനിയിപ്പം പുതിയ ഒരാളെ പരിചയപ്പെട്ട് സമയമൊന്നും കളയണ്ടല്ലോ അച്ചോ. കുറേ നാൾ മുമ്പ് ഞാൻ വലിയൊരു ദമ്പതി കൂട്ടായ്മയ്ക്ക് പോയി. 600 പേർ അവിടെ ഇരിപ്പുണ്ട്. ഈ ചോദ്യം ഞാൻ ചോദിച്ചു, ഇനിയൊരു ജന്മം കിട്ടിയാൽ ഇതേ ആൾ തന്നെ പങ്കാളിയായി മതി എന്ന് പറയുന്നവർ കൈപൊക്കുക. അധികം പേരൊന്നും കൈപൊക്കിയില്ല. കാരണം എനിക്കറിയാം, ജനക്കൂട്ടത്തിനിടയിൽ നിന്നുകൊണ്ട് അങ്ങനെ കൈപൊക്കിയാൽ പന്തിയാവില്ല. പക്ഷേ പുറകിലിരുന്നൊരു സ്ത്രീ എൻ്റെ ചോദ്യത്തിന് ഉത്തരം പറയാൻ വേണ്ടി കൈപൊക്കി. ഞാൻ ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായി, ഈ സ്ത്രീ ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്നത്, ഭർത്താവ് കൂടെയില്ല. ഞാൻ വീണ്ടും ചോദിച്ചു, ഇനിയൊരു ജന്മം കിട്ടിയാൽ ഇതേ ജീവിത പങ്കാളി തന്നെ മതി എന്നുള്ളവർ കൈപൊക്കുക. പുറകിലിരിക്കുന്ന ഈ സ്ത്രീ വിളിച്ചു ചോദിച്ചു, അച്ചോ എന്നെ ശ്രദ്ധിച്ചില്ലേ? ഞാൻ പറഞ്ഞു, ശ്രദ്ധിച്ചു. ചോദ്യം ശ്രദ്ധിച്ചോ? ശ്രദ്ധിച്ചോ. ഇനിയൊരു ജന്മം കിട്ടിയാൽ പുള്ളിക്കാരൻ തന്നെ ഭർത്താവായി മതിയോന്നല്ലേ? എനിക്ക് മനസ്സിലായി. ഞാൻ ചോദിച്ചു, മതിയോ? മതിയച്ചോ.
ഈ സ്ത്രീയുടെ ഉത്തരം കേട്ട് ഞാൻ ആ സ്ത്രീയുടെ അടുത്തേക്ക് ചെന്നു. ഞാൻ ചോദിച്ചു, അങ്ങനെ ഇദ്ദേഹം തന്നെ അടുത്ത ജന്മത്തിലും ജീവിത പങ്കാളിയായി മതിയെന്ന് പറയാൻ കാരണമെന്താ? ഈ ആളുകളെല്ലാം കേൾക്കട്ടെ. ഞാനത് ചോദിച്ച പാടെ ഈ സ്ത്രീയുടെ മുഖമാകെ അങ്ങ് ചുവന്ന് തുടുത്തു. എന്നിട്ട് എന്നോട് പറഞ്ഞു, എൻ്റെ പൊന്നച്ചു, അതിയാൻ ഇത്രയൊന്നും അനുഭവിച്ചാൽ പോരാ, അതിയാനെ അടുത്ത ജന്മത്തിൽ എൻ്റെ കയ്യിൽ തന്നെ കിട്ടണം അച്ചോ, പണി കൊടുക്കാനാ. നിങ്ങൾ വിവാഹ ജീവിതം നയിച്ച് മുമ്പോട്ട് പോകുന്നു. നമ്മുടെ ഇപ്പോഴത്തെ മാർപ്പാപ്പ നിങ്ങളുടെ വിവാഹ ജീവിതത്തെ സംബന്ധിച്ച് സംതൃപ്തനായിട്ട് നിങ്ങളോട് പറയുകയെന്ന് വിചാരിക്കുക. ഇത്രയൊക്കെ സന്തോഷപൂർവ്വം വിവാഹ ജീവിതത്തിലൂടെ പോയില്ലേ, മതി, നിങ്ങൾക്കൊരു സമ്മാനം തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ സമ്മാനം മറ്റൊന്നുമല്ല, നീ ശേഷിക്കുന്ന ജീവിതകാലത്ത് മറ്റൊരാളെ ജീവിത പങ്കാളിയായി സ്വീകരിക്കാം. നമുക്കറിയാം, മാർപ്പാപ്പയുടെ വാക്ക് സഭാംഗങ്ങളായി നമ്മെ സംബന്ധിച്ചിടത്തോളം അന്തിമമാക്കാം. അങ്ങനെ മാർപ്പാപ്പ, സഭയിലെ അന്തിമ വാക്ക് നൽകാൻ അധികാരമുള്ള മാർപ്പാപ്പ നിങ്ങൾക്കൊരു പുനർവിവാഹത്തിന് അനുമതി തന്നാലോ? എങ്ങോ ഒരു ദമ്പതി കൂട്ടായ്മയ്ക്ക് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ മുമ്പിലിരുന്ന ഒരു കുടുംബനാഥൻ പറഞ്ഞു, അച്ചു ചുമ്മാ കൊതിപ്പിക്കാതെന്ന്. മാർപ്പാപ്പയല്ല, സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ തന്നെ ഇറങ്ങി വന്ന് ഈ ഒരു അനുവാദം നൽകിയാലും എൻ്റെ പൊന്നച്ചു, ഒന്നല്ല നൂറല്ല എത്ര ജന്മമുണ്ടായാലും എനിക്ക് ജീവിത പങ്കാളിയായി ഈ ആൾ തന്നെ മതിയെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ആത്മാർത്ഥമായി നെഞ്ചത്ത് കൈവച്ച് പറയാൻ സാധിച്ചാൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇപ്പം കൂടെയുള്ള ജീവിത പങ്കാളിയെ സംബന്ധിച്ച് നിങ്ങൾ സംതൃപ്തരാണ്. ഞാനീ പറഞ്ഞ കാര്യം ഏതൊരു മനഃശാസ്ത്രജ്ഞനും പറയാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ ഞാനൊരു ആധ്യാത്മിക പിതാവാണ്. ആധ്യാത്മിക പിതാവായ ഞാൻ ഇവിടം കൊണ്ട് കാര്യം തീർത്താൽ പറ്റില്ല. ഈ ഭാര്യാഭർത്തൃ ബന്ധത്തിൻ്റെ ആധ്യാത്മിക തലത്തിലേക്ക് പോകണം. വിവാഹ ജീവിതത്തിലേക്ക് കടന്നു പോയ ഏത് ഭാര്യയ്ക്കും ഏത് ഭർത്താവിനും സംതൃപ്തി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഭാര്യാഭർത്തൃ ബന്ധത്തെക്കുറിച്ച് ലൗകികമായി ചിന്തിച്ചാൽ പോരാ. നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് നിങ്ങൾക്ക് എത്ര കണ്ട് സംതൃപ്തി തരാൻ പറ്റും? എവിടം വരെ സംതൃപ്തി തരാൻ പറ്റും? നിങ്ങളുടെ ജീവിത പങ്കാളിയോടുള്ള ബന്ധത്തെ സംബന്ധിച്ച് നിങ്ങൾ ലൗകികമായി എത്ര കണ്ട് ചിന്തിക്കുന്നുവോ അത്ര കണ്ട് നിങ്ങളുടെ ബന്ധത്തെ സംബന്ധിച്ച്, പങ്കാളിയെ സംബന്ധിച്ച്, നിങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് അതൃപ്തിയേ ഉണ്ടാവും. പക്ഷേ എത്ര കണ്ട് നിങ്ങളുടെ ഭാര്യാഭർത്തൃ ബന്ധത്തെക്കുറിച്ച്, നിങ്ങളുടെ കുടുംബജീവിതത്തെക്കുറിച്ച് നിങ്ങൾ ആത്മീയമായി ചിന്തിക്കുന്നുവോ അത്ര കണ്ട് നിങ്ങൾക്ക് സംതൃപ്തി ഉണ്ടാകും. ഇതെൻ്റെ പൗരോഹിത്യ ജീവിതത്തെ സംബന്ധിച്ചും ശരിയാണ്. അതും ഇതുമൊക്കെ കണ്ടിട്ട് ഞാൻ പൗരോഹിത്യ ജീവിതത്തിലേക്ക് വന്നു എന്ന് നിങ്ങൾ വിചാരിക്കുക. എനിക്ക് പ്രതീക്ഷകൾ ഏറെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ലൗകികമായ പ്രതീക്ഷകളൊന്നും എൻ്റെ ജീവിതത്തിൽ അന്വർത്ഥമാകുന്നില്ല എന്ന് ഞാൻ കാണുമ്പോൾ ഈ പരിപാടി ഞാൻ ഇട്ടേച്ച് പോകും. അങ്ങനെ ഇട്ടേച്ച് പോകാതെ ഈ പൗരോഹിത്യത്തിൽ പൂർണ്ണ സംതൃപ്തിയോടെ നിലകൊള്ളാൻ എനിക്ക് സാധിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ പൗരോഹിത്യത്തെക്കുറിച്ച് ലൗകികമായി ചിന്തിച്ചാൽ പോരാ, ഞാൻ ആത്മീയമായി ചിന്തിക്കണം. ദൈവം എന്താണ് എൻ്റെ ഈ വിളിയെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്ന് കാണാൻ എനിക്ക് സാധിക്കണം. അപ്പോൾ ഭാര്യാഭർത്താക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ലൗകികമായി തങ്ങളുടെ ബന്ധത്തെക്കുറിച്ച്, ജീവിത പങ്കാളിയെക്കുറിച്ച് ചിന്തിക്കുന്നതിനനുസരിച്ച് അതൃപ്തി കൂടി 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 വരും. ഇന്ന് നമ്മളെ സമൂഹത്തിൽ കുടുംബജീവിതം നയിക്കുന്ന വ്യക്തികളെ നോക്കുമ്പോൾ ഇക്കാര്യം വ്യക്തമാകുന്നുണ്ട്. ഭാര്യാഭർത്തൃ ബന്ധത്തെ സംബന്ധിച്ച് അതൃപ്തി കൂടിക്കൂടി വരുന്നു. ഭാര്യയ്ക്ക് ഭർത്താവിനെക്കുറിച്ചും ഭർത്താവിന് ഭാര്യയെക്കുറിച്ചും പരാതികൾ കൂടിക്കൂടി വരുന്നു. കാരണം എന്നാ? ഞാൻ അവനെ കാണുന്നത് വെറും ലൗകികമായി മാത്രമാണ്. മുമ്പോട്ട് പോകുമ്പോൾ എൻ്റെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ലൗകികമായ തൃപ്തി അവൾക്ക് എനിക്ക് തരാൻ പറ്റുന്നില്ല. അപ്പോൾ പരാതി കൂടുകയാ. മക്കളുടെ മുമ്പിൽ വെച്ച് ഈ പരാതി പറയും, നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് ഈ പരാതി പറയും. അങ്ങനെ കുടുംബജീവിതം സന്തോഷത്തിന് കാരണമാകാൻ ഇടയാകാത്ത വിധമാക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു.
എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഭാര്യാഭർത്തൃ ബന്ധത്തിൽ സംതൃപ്തി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഭാര്യാഭർത്തൃ ബന്ധത്തെ ആത്മീയമായി കാണാൻ സാധിക്കണം. ദൈവം എപ്രകാരം ഭാര്യാഭർത്തൃ ബന്ധത്തെ കാണുന്നുവോ അതുപോലെ കാണാൻ സാധിക്കണം. എൻ്റെ പൗരോഹിത്യത്തെ സംബന്ധിച്ച് ഞാൻ ആത്മീയമായി ചിന്തിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന 2 ഉൾക്കാഴ്ചകളുണ്ട്. ഒന്ന്, എൻ്റെ ദൈവം എനിക്ക് നൽകിയ ഏറ്റവും വലിയ ദാനമാണ് എൻ്റെ പൗരോഹിത്യം. 2, എൻ്റെ ദൈവം എനിക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ദൈവജനം. അങ്ങനെയെങ്കിൽ വിവാഹജീവിതം നയിക്കുന്ന ഭാര്യാഭർത്താക്കന്മാർ ആത്മീയമായി തങ്ങളുടെ ബന്ധത്തെ, ജീവിത പങ്കാളിയെ കാണുമ്പോൾ അവർക്ക് കിട്ടേണ്ട ഉൾക്കാഴ്ചകൾ ഏതൊക്കെയാണ്? ഒന്ന്, ദൈവം എനിക്ക് നൽകിയ വലിയ ദാനമാണ് എൻ്റെ ദാമ്പത്യ ജീവിതം. 2, ദൈവം എനിക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് എൻ്റെ ജീവിത പങ്കാളിയും എൻ്റെ മക്കളും. അപ്പോൾ ഭാര്യാഭർത്താക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ 2 കാര്യങ്ങൾ മനസ്സിൽ ഉറപ്പിച്ച് മുമ്പോട്ട് പോകാൻ സാധിക്കണം. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ ദാനമായ ദാമ്പത്യ ജീവിതത്തിന് ഭാര്യാഭർത്താക്കന്മാർക്ക് നന്ദി പറയാൻ പറ്റണം. ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് വിവാഹ ജീവിതം നയിക്കുന്ന വ്യക്തികളുടെ അവകാശമല്ല, അത് ദൈവത്തിൻ്റെ ദാനമാണ്. സദാസമയവും നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ ജീവിത പങ്കാളിയെ നൽകിയ ദൈവം ഇതിനേക്കാൾ കൂടുതൽ ആ വ്യക്തിയിലൂടെ അനുഗ്രഹിക്കാനുണ്ടോ? സദാസമയവും നിങ്ങളുടെ കൂടെ ആ വ്യക്തി ആയിരുന്നാൽ ഒരാളും പഴി പറയില്ല. എവിടെയും നിങ്ങൾക്ക് ഒന്നിച്ച് യാത്ര ചെയ്യാം, ആര് കാണുകയും ഒന്നിച്ചിരിക്കാം, ഒന്നിച്ച് സംസാരിക്കാം, ഒന്നിച്ച് ചിരിക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് സദാസമയവും കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവം വിവാഹ ജീവിതത്തിലൂടെ, ഭാര്യാഭർത്തൃ ബന്ധത്തിലൂടെ ഭാര്യയെ നൽകി, ഭർത്താവിനെ നൽകി അത് നിർവഹിച്ചിരിക്കുക. പക്ഷേ നിങ്ങൾ ആ പങ്കാളിയെ അനുഗ്രഹമായി കാണണം. നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങൾക്ക് അനുഗ്രഹമാണോ അതോ ശാപമാണോ? എൻ്റെ പ്രിയ സഹോദരങ്ങളെ, വേദനാജനകമായ ഒരു കാര്യം, ഇന്ന് ജീവിത പങ്കാളിയെ ഒട്ടനേകം ആളുകൾ ശാപമായി കാണുന്നു എന്നതാ. എങ്ങനെയും ഈ ആളൊന്ന് ഒഴിവായി പോയാൽ മതിയായിരുന്നു, എങ്ങനെയും ഇവളൊന്ന് ഒഴിവായി പോയാൽ മതിയായിരുന്നു എന്ന് വിചാരിക്കുന്നവരുടെ എണ്ണം കൂടുകയാണ്. ഇങ്ങനെ ശാപമായി ജീവിത പങ്കാളിയെ കണ്ടു തുടങ്ങിയാൽ പിന്നെ അതെങ്ങോട്ടാണ് പോണേ? വിവാഹമോചനത്തിലേക്കാണ്. വിവാഹമോചനത്തെക്കുറിച്ച് പറയുമ്പോൾ നൈയാമികമായ വിവാഹമോചനത്തെക്കുറിച്ച് എന്നതിനേക്കാൾ ഇന്ന് നടക്കുന്ന മാനസിക വിവാഹമോചനത്തെക്കുറിച്ച് ഞാൻ പറയും. ഇന്ന് നമ്മുടെ ഇടയിൽ, സഭയിൽ പോലും നടക്കുന്നത് മാനസിക വിവാഹമോചനമാണ്. എപ്പോഴാണ് ഈ മാനസിക വിവാഹമോചനത്തിന് ഒരു സാഹചര്യം തെളിയുന്നത്? ഈ ഭാര്യയും ഭർത്താവും മുമ്പോട്ട് ജീവിച്ചു പോന്നു. ഇങ്ങനെ ജീവിച്ചു പോകുമ്പോൾ ഭാര്യയ്ക്കോ ഭർത്താവിനോ അല്ല 2 പേർക്കുമോ തോന്നലുണ്ടാകുന്നു, ഈ ആൾ നമുക്ക് പറ്റിയ കക്ഷിയല്ല. ഇങ്ങനെ തോന്നിയാൽ അവരുടെ ഇഷ്ടമനുസരിച്ച് വിവാഹം വേർപെടുത്താൻ പറ്റുമോ? സഭ അനുവദിക്കുമോ? അനുവദിക്കില്ല. കുടുംബാംഗങ്ങൾ അനുവദിക്കുമോ? അനുവദിക്കില്ല. മക്കൾ അനുവദിക്കുമോ? ഇല്ല. അപ്പം പിന്നെ ഈ ആൾ ഒരു രക്ഷ കണ്ടെത്തും. ഇയാൾ തൻ്റെ ഉള്ളിൽ തന്നെ പറയും, ഇതെല്ലാം സഹിക്കുന്നതും അനുഭവിക്കുന്നതും ഞാനല്ലേ, സഭയല്ലല്ലോ, ഈ പറയുന്ന മക്കളല്ലല്ലോ. അതുകൊണ്ട് എനിക്ക് ഒരു കോടതിയുണ്ട്. അതേതാ കോടതി? എൻ്റെ മനസ്സാകുന്ന കോടതി. ആ മനസ്സാകുന്ന കോടതിയിൽ ഞാൻ എൻ്റെ ജീവിത പങ്കാളിയെ രഹസ്യമായി മൊഴി ചൊല്ലും. ആ മനസ്സാകുന്ന കോടതിയിൽ എൻ്റെ ജീവിത പങ്കാളിയെ ഞാൻ രഹസ്യമായി ഉപേക്ഷിക്കും. ഇങ്ങനെ ഉള്ള ഉപേക്ഷിക്കൽ, എൻ്റെ പ്രിയ സഹോദരങ്ങളെ, സഭയിൽ, സമൂഹത്തിൽ വർദ്ധമാനമാകുന്നു. ദൈവം കുടുംബത്തിലൂടെ രക്ഷ നൽകാൻ ആഗ്രഹിച്ചെങ്കിൽ ആ രക്ഷയ്ക്ക് തടസ്സമായി ഇന്ന് വിളിക്കപ്പെടുന്ന ഭാര്യാഭർത്താക്കന്മാർ തന്നെ ആയിത്തീരുന്ന അവസ്ഥ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള
ചില സ്ത്രീകൾ കൗൺസിലിങ്ങിന് വരാറുണ്ട്. പണ്ടൊരു കുടുംബനാഥ വന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. ഏതാണ്ട് 55 വയസ്സ് പ്രായമുണ്ട്. എൻ്റെ അടുത്ത് വന്നേച്ചിട്ട് ഈ വിഷമമെല്ലാം അങ്ങ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് അവരോട് അവരുടെ ജീവിതാവസ്ഥയോട് അനുകമ്പ തോന്നി. ഞാൻ ഒത്തിരി കാര്യങ്ങൾ ചോദിച്ചു. എന്നിട്ട് ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ആ കുടുംബനാഥയോട് പറഞ്ഞു, ഇങ്ങനെയുള്ള ഒരു ഭർത്താവിൻ്റെ കൂടെ എങ്ങനെ ജീവിക്കും? ഞാൻ പറഞ്ഞു, നിങ്ങളെ സമ്മതിച്ച് തന്നിരിക്കുന്നു. വേറൊരാളായിരുന്നെങ്കിൽ നിങ്ങളുടെ സ്ഥാനത്ത് ഇതുപോലെ ജീവിക്കത്തില്ല, ഉറപ്പാ. ആ കുടുംബനാഥയ്ക്ക് മനസ്സിലായി, ആ സ്ത്രീ എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് അച്ഛൻ എൻ്റെ പക്ഷത്താണ്. ഞാൻ ആ സ്ത്രീയെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു, അങ്ങനെ ആണെങ്കിൽ ഞാൻ ചേട്ടത്തിയെ സഹായിക്കാം, നമുക്ക് വല്ല നിയമ നടപടിയും നോക്കാം. നിയമ നടപടി നോക്കാമെന്ന് ചേട്ടത്തിയോട് പറഞ്ഞപ്പോൾ ചേട്ടത്തി പറഞ്ഞു, എൻ്റെ പൊന്നച്ചോ അതൊന്നും വേണ്ട. ഞാൻ പറഞ്ഞത് ശരിയാകില്ല. കാരണം ഇങ്ങനെയുള്ളൊരു ഭർത്താവിൻ്റെ കൂടെ ഒരു ദിവസം പോലും കഴിയാൻ അനുവദിക്കുന്നത് ശരിയല്ല. ഞാനിപ്പോൾ കാര്യം മനസ്സിലാക്കി. ആ മനസ്സിലാക്കിയതിൻ്റെ വെളിച്ചത്തിൽ ഇനിയും ചേട്ടത്തിയെ അയാളുടെ കൂടെ ജീവിക്കാൻ അനുവദിക്കുന്നത് ശരിയല്ല. നിയമ നടപടി നോക്കാം നമുക്ക്. അപ്പോൾ ചേട്ടത്തി പതുക്കെ എൻ്റെ അടുത്ത് വന്നേച്ച് ചോദിക്കുക, അച്ചോ മക്കൾ 3-4 ഉണ്ടായിപ്പോയില്ലേ? ഞാനങ്ങനെ നിശബ്ദനായിട്ട് നിൽക്കുക. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കേൾക്കാമെന്ന് വിചാരിച്ച് ചേട്ടത്തി പിന്നെയും പറഞ്ഞു, ഇറങ്ങിപ്പോന്ന വീട്ടിലോട്ട് കയറി ചെല്ലാൻ പറ്റുമോ അച്ചു? ഇനി എന്തെങ്കിലും ഉണ്ടോയെന്ന് കരുതി ഞാൻ നിൽക്കുമ്പോൾ ചേട്ടത്തി പിന്നെയും ചോദിച്ചു, നാട്ടുകാരെന്നാ പറയൂ അച്ചു? എനിക്ക് വിധിച്ചത് ഇതാ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഇനി ഇവിടെ നിന്നാൽ കുഴപ്പമാണ്. ഈ ചേട്ടത്തിയെ പോലെ എനിക്ക് വിധിച്ചത് ഇതാ എന്ന് പറഞ്ഞ് ഭാര്യാഭർത്തൃ ബന്ധത്തിലൂടെ വിവാഹിതരായ ആളുകൾ പോകുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അതാണ് മാനസികമായ വിവാഹമോചനം. എനിക്ക് വിധിച്ചത് ഇതാ എന്ന് പറഞ്ഞിട്ട് കെട്ടിത്തൂക്കി നടക്കുക. കാരണം എന്നാ, വേറെ പോംവഴിയൊന്നുമില്ല. ഞാനിത് പറയുമ്പോൾ എനിക്ക് വിധിച്ചത് ഇതാ എന്ന് തമാശന് പറയുന്നവരെ കുറിച്ചല്ല വിചാരിക്കുന്നത്. ഗൗരവമായി ആ ഒരു മനോഭാവം പുലർത്തുന്നവരെ കുറിച്ചാണ്. നമ്മുടെ വിവാഹ ജീവിതം വിധിയാണോ? ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം വിവാഹ ജീവിതം എന്ന് പറയുന്നത് ദൈവനിശ്ചയമാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾ ചോദിക്കും, ഈ വിധിയും ദൈവനിശ്ചയവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്. എന്താ വിധിയും ദൈവനിശ്ചയവും തമ്മിലുള്ള വ്യത്യാസം? വിധി എന്ന് പറയുന്നത് ഏകപക്ഷീയമാണ്. ആരാണോ തീരുമാനിക്കുന്നത് ആ ആള് ഇതിൻ്റെ ഫലം അനുഭവിക്കുന്ന ആളോട് അഭിപ്രായം ചോദിക്കാതെ നടപ്പിലാക്കുകയാണ്. വിധിയിൽ മാറ്റമില്ല. പക്ഷെ ദൈവനിശ്ചയം അങ്ങനല്ല. ഒരാൾ തീരുമാനിക്കുന്നു, ദൈവം തീരുമാനിക്കുന്നു. പക്ഷേ ഏതൊരു മനുഷ്യന് വേണ്ടിയിട്ടാണോ ആ തീരുമാനം നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയോട് അഭിപ്രായം ചോദിക്കും. ഇതാ ദൈവമക്കൾക്കുള്ള സ്വാതന്ത്ര്യം. ഇതിന് വ്യക്തമായ ഉത്തരം പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അമ്മ യേശുവിൻ്റെ അമ്മയായി തിരഞ്ഞെടുക്കപ്പെടാൻ പോയപ്പോൾ ദൈവം നിശ്ചയിച്ച കാര്യമാണ്. പക്ഷേ സൃഷ്ടിയായ ഈ അമ്മയുടെ, ഈ സ്ത്രീയുടെ അനുവാദം ചോദിച്ചു. അപ്പം അമ്മ എന്താ ഉത്തരം പറഞ്ഞത്? ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ തിരുഹിതം പോലെ നിറവേറട്ടെ. നോക്കിക്കേ, ദൈവം തീരുമാനിച്ചു മറിയത്തിലൂടെ ഉണ്ണിയേശു പിറക്കാൻ. പക്ഷേ ആ അമ്മയുടെ അനുവാദം, കന്യകാമറിയത്തിൻ്റെ അനുവാദം, അഭിപ്രായം ആരായുകയാണ്. ഈ സമ്മതം കൂടെ വന്നപ്പോഴാണ് ദൈവനിശ്ചയം പൂർണ്ണമായത്. വിവാഹ ജീവിതത്തിലേക്ക് വരുന്ന ആളുകൾക്കും ദൈവം അഭിപ്രായം പറയാൻ അവസരം കൊടുത്തില്ല എൻ്റെ പ്രിയ സഹോദരങ്ങളെ? കൊടുത്തു. സീറോ മലബാർ ക്രമം അനുസരിച്ച് വിവാഹത്തിൻ്റെ കർമാനുഷ്ഠാനം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഇത് വ്യക്തമാണ്. മറ്റെല്ലാ സഭകളിലും ഏതാണ്ട് ഇതേ രീതി തന്നെയാണ് പുലർത്തുന്നത്. അവിടെ ഈ വിവാഹ ശുശ്രൂഷയുടെ ഏറ്റവും പ്രധാന ഭാഗത്തേക്ക് വരുമ്പോൾ വരൻ്റെയും വധുവിൻ്റെയും പേര് വിളിച്ച് അവരുടെ സമ്മതം ചോദിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ജോസഫ്
മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ മേരിയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നുവോ? ആൾ പറയുക, അല്ലെ പറയണം, ഞാൻ സ്വീകരിക്കുന്നു. തുടർന്ന് മേരി മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ ജോസഫിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നുവോ? മറുപടി പറയുന്നു, അല്ലെങ്കിൽ മറുപടി പറയണം, ഞാൻ സ്വീകരിക്കുന്നു. നോക്കിക്കേ, മറിയത്തോട് ദൈവദൂതൻ വഴി ദൈവം യേശുവിൻ്റെ അമ്മയാകാൻ സമ്മതം ചോദിച്ചതുപോലെ തന്നെ ദാ ഈ ദേവാലയത്തിൽ നിന്റെ അടുത്ത് നിൽക്കുന്ന ആളെ പങ്കാളിയായി സ്വീകരിക്കാൻ നിനക്ക് സമ്മതമാണോ എന്ന് ഈ ദൂതനെ പോലെ ദൈവത്തിൻ്റെ പ്രതിനിധിയായ പുരോഹിതനിലൂടെ ചോദിക്കുക. അതിന് ഉത്തരം നിങ്ങൾ അന്ന് എന്താ പറഞ്ഞത്? സമ്മതമാണെന്നല്ലേ. പിന്നെ ഇത് വിധിയാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പോൾ ജീവിത പങ്കാളി എന്ന് പറയുന്നത്, കുടുംബജീവിതം എന്ന് പറയുന്നത് ദൈവനിശ്ചയമാണ്, അത് വിധിയല്ല. ആ ഒരു ദൈവനിശ്ചയത്തെ സ്വീകരിക്കാൻ ജീവിത പങ്കാളിക്ക്, ഭാര്യ ഭർത്താക്കന്മാർക്ക് കഴിയണമെന്നുണ്ടെങ്കിൽ അതിന് ഒരൊറ്റമൂലിയുണ്ട്, അത് മറ്റൊന്നുമല്ല. ഇത് തീരുമാനിച്ചത് ദൈവമാണെങ്കിൽ, അതിന് സമ്മതം കൊടുത്തത് ഞാനാണെങ്കിൽ, ഇതിൻ്റെ ബാക്കി ചെയ്യാൻ തമ്പുരാൻ അറിയാം. അതുകൊണ്ട് പ്രാർത്ഥനാപൂർവ്വം അവിടുത്തെ മുമ്പിൽ നിലകൊണ്ടാൽ മതി. അവർണ്ണനീയമായ ഈ ദാനത്തെ പ്രതി ദൈവത്തിന് നന്ദി പറഞ്ഞാൽ മതി. അപ്പോൾ ബാക്കിയെല്ലാം ദൈവം ക്രമീകരിക്കും. എൻ്റെ സഹോദരങ്ങളെ, ഇന്ന് നാം എത്തി നിൽക്കുന്നത് ജീവിത പങ്കാളി ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് എന്നുള്ള കാഴ്ചപ്പാടിലാണ്. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. കൃപാസമ്പന്നനായ ദൈവമേ, അവിടുന്ന് കുടുംബത്തെ രൂപപ്പെടുത്തിയെന്ന് ഏറ്റുപറയുന്നു. അവിടുന്ന് കുടുംബത്തെ രൂപപ്പെടുത്തിയത് ആ കുടുംബത്തെ ഒന്നാകെ വിശുദ്ധീകരിക്കാനാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവമായ കർത്താവെ, വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഭാര്യ ഭർത്താക്കന്മാർ അന്യോന്യം ഭാര്യയെ ഭർത്താവിനെ അവിടുത്തെ ദാനമായി അനുഗ്രഹമായി കാണാൻ തക്ക വിധം അവരുടെ ഹൃദയങ്ങളെ അവിടുന്ന് തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ എപ്പോഴും കാക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ കാക്കണമേ. തിരുഹൃദയമേ, തിരുഹൃദയമേ, ഞങ്ങളുടെ വീടിനെ കാക്കണേ. തിരുഹൃദയത്തിൽ, തവ ഹൃദയത്തിൽ ഒരു പുണ്യസൂനമായി ചേർക്കണേ. തിരുഹൃദയമേ, തിരുഹൃദയമേ, ഞങ്ങളുടെ വീടിനെ കാക്കണേ. തിരുഹൃദയത്തിൽ, തവ ഹൃദയത്തിൽ ഒരു പുണ്യസൂനമായി ചേർക്കണേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.